ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പിങ്കി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് നമ്മൾ ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ്. എൻ്റെ അമ്മയുടെ കൂടെ പോവുകയാണ്. ജസ്റ്റ് വായി നോക്കാൻ പോവുകയാണ്. വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. മുടിയാണ്, അപ്പോൾ കുളിച്ചിട്ടൊക്കെ നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഷാമ്പു ഒക്കെ ഇട്ട് മുടി കുറച്ച് പറത്തിയിട്ടുണ്ട്. അപ്പോൾ മുടി നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അതിപ്പോൾ ക്രീം ഇടാം. ഞാൻ പോൺസിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസറാണ്, വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നല്ലോണം ഫേസിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അടുത്തതായി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഡാസ്ലറിൻ്റെ ഷെയ്ഡാണ്. അടിപൊളി, നല്ല ഡാർക്ക് ഷെയ്ഡാണ്. തീരാറായി, എന്നാലും അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നതെന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇടും. അത് ഞാൻ എപ്പോഴും ഇടുന്നതുകൊണ്ടാണ് എനിക്കത് പറ്റുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ആരും ഇടുന്നതെന്ന് ഫോളോ ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് ഇടുന്നതാണ്. ഇത് ലിപ്സ്റ്റിക്ക് നല്ല ഷെയ്ഡാണ്, നല്ല ടിൻ്റുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇനി അടുത്ത ഐലൈനറാണ്. ഇതിൻ്റെ കുറേ നാളായിട്ടുള്ള ഐലൈനറാണ്. ഇത് നമുക്ക് ആദ്യം പൊട്ടിടാൻ കണ്ണെഴുതുന്നില്ല, കാരണം മണ്ടയിൽ എഴുതിയാൽ ശരിയാവത്തില്ല, കുറേ നേരമാവും. അതുകൊണ്ട് കുഞ്ഞി പൊട്ട് മാത്രം ഇടാണ്. ഇനി ഐബ്രോ ഫില്ല് ചെയ്യണം. ഞാൻ എപ്പോഴും ഐബ്രോ എനിക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ ഐലൈനർ വെച്ച് തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഐലൈനറാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ച് തന്നെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടിപൊളിയാവും. എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആയിട്ടിരിക്കും. ചുമ്മാ ഇതിൽ താടക കണക്കൊന്നും ഇരിക്കത്തില്ല. അടിപൊളിയാണ്. ഇനി അടുത്തത് ഡാസ്ലറിൻ്റെ തന്നെ കാജലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെ ഡബ്ബയിൽ കിട്ടുന്ന കാജലുണ്ട്, അത് മേടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ പെൻസിലൊക്കെ പോലത്തെ ഇങ്ങനെ ഇരിക്കത്തില്ലേ, പെൻ്റെ ഇരിക്കുന്നില്ല, അതുപോലത്തെ ഉള്ളത് മേടിക്കാൻ ട്രൈ ചെയ്യുക. അതപ്പം ജസ്റ്റ് ഒന്ന് കറക്കി നമുക്ക് കണ്ണെഴുതിയാൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ വിരലിട്ട് തിരിക്കുകയൊന്നും വേണ്ട. ഞാൻ ഈ മുളകിലൊക്കെ ചെന്ന് പിടിച്ചിട്ട് അതെടുത്ത് കണ്ണിൽ തേച്ച് പിന്നെ കണ്ണെരിഞ്ഞ് നടക്കും. ഇതപ്പോൾ സേഫാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രേ ചെയ്യുന്നുള്ളൂ. നമുക്ക് അടുത്ത ഡ്രസ്സ് മാറ്റിയാലോ. ഞാൻ ഡ്രസ്സ് മാറ്റി വന്നു ഗായ്സ്. അപ്പോഴത്തേന് ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതെനിക്ക് പണ്ട് മാമൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കഴുത്ത് ഫ്രീ ആയിട്ട് എടുക്കുന്നത്. ഇത് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള കഴുത്തുള്ളൊരു ഉടുപ്പാണ്. അതുകൊണ്ട് തന്നെ മാല ഇടാം നമുക്ക്. അപ്പോൾ ഈ മാലയ്ക്കെന്ന് വെച്ചാൽ രണ്ട് സൈഡ് ഡിഫറെൻറ്റ് കളറാണ്. ഒരു സൈഡ് ബ്ലാക്കും ഒരു സൈഡിൽ വൈറ്റ്. നല്ല ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള എസ്തെറ്റിക് വൈബുള്ള നല്ലൊരു മാലയാണത്. അപ്പോൾ നമുക്കത് ഇടാം. നല്ല മാലയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് വെച്ച് നോക്കി കൊള്ളത്തില്ല. സാധാരണ എല്ലാത്തിൻ്റെ കൂടെ ബ്ലാക്കാണ് ഇടുന്നത്, പക്ഷേ ഇതിന് വൈറ്റാണ് കുറച്ചുകൂടെ പെയർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വൈറ്റാണ് ഇട്ടിട്ട് പോകുന്നത്. കൊളുത്തിടാൻ കുറച്ച് പാടാണ്, പക്ഷെ എങ്ങനെ ഇട്ട്, പക്ഷേ കൊള്ളാൻ നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, മാലയൊക്കെ ഇട്ടപ്പോൾ ഞാൻ സുന്ദരിയായി ഗായ്സ്. ഞാൻ മുടി ചീപ്പണം. മുടിയാണെങ്കിൽ ഒടക്കൊക്കെ ആയിട്ടിരിക്കുക. ഷാമ്പു ഇടുന്ന ദിവസം കുറച്ച് ഒടക്കൊക്കെ ആവും കേട്ടോ. നല്ലോണം എണ്ണയൊക്കെ തേച്ചിട്ട് വേണം ഷാമ്പു ഇടാൻ. ഇന്ന് ഞാൻ പെട്ടെന്നുള്ള ഇതായിരുന്നു. ഇനി നമുക്ക് കണ്ണ് വെക്കാതിരിക്കുക, ഒരു ചെറിയ കറുത്ത പുള്ളിയിടാം. ആരും തെറ്റിദ്ധരിക്കണ്ട, എൻ്റെ ഒരു ചെറിയ ശീലങ്ങളാണ്, പണ്ട് തൊട്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു കുറച്ച് പൗഡർ കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് മൊത്തം പടർന്ന് പേടിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഹെയർ. ഇപ്പോൾ കുളിച്ച് ഷാമ്പു ഒക്കെ മിക്സായി കിടക്കുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. നല്ല രസമുണ്ട്. എന്നെ മറന്നുപോയി സെറം തേക്കാൻ. ഇത് അമ്മയുടെയാണ്. അമ്മ കാണാതാണ് ഇടുന്നത്. കുറച്ചിടാം. കുറച്ചും കൂടി പോയി കേട്ടോ. കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആരും അറിയാതെ പെട്ടെന്ന് തേക്കാമെന്നാണ് വിചാരിച്ചത്. നല്ലോണം പതിയൊക്കെ തേച്ചിരിക്കുകയാണ്. നോക്കിയപ്പോൾ നല്ല മണം. ദൈവമേ, വീട് നിറച്ച് ഉള്ള മണം. സഹിക്കാൻ വയ്യായിരുന്നു എനിക്ക് തന്നെ. ഭയങ്കര മണമായിരുന്നു. ഇനി വീട്ടിലറിയാം, ഇനി വേറെ ആരും കാണത്തില്ല. അപ്പം എന്നെ കൊന്ന് അമ്മ എന്നെ കൊന്ന്. ഇങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ കാണാൻ വീട്ടിൽ അമ്മമാരുടെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ടോ? നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റൊക്കെ ഇടണം. എൻ്റെ അമ്മ പാവമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നതിനൊന്നും പറയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടി കരയുന്ന പോലത്തെ സൗണ്ട് കേട്ടാൽ നിങ്ങൾ ദയവായി എന്നെ രക്ഷിക്കാൻ വരേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ മുടി ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചീപ്പുമാണ്. എനിക്ക് വയ്യ ഇനി എന്തായാലും. എനിക്ക് എവിടെയെങ്കിലും പോകാൻ ഉള്ള സമയത്ത് ഞാൻ ഫുള്ളായിട്ട് ചീപ്പുന്നു. ജസ്റ്റ് മണ്ടേ കൂടെയൊക്കെ ചീപ്പും, കുറേ ഫുള്ളായിട്ടൊക്കെ ഉടക്കൊക്കെ എടുത്ത് ചീപ്പണമെങ്കിൽ നല്ലതാവും. ഞാൻ ഇത് പിന്നെ മണ്ടലത്തെ വെവരി കറക്റ്റാക്കുകയാണ്. അടിപൊളിയായില്ലേ. ഇനി എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോഴത്തെ നല്ലൊരു ഫ്രണ്ടായിട്ടുള്ള എൻ്റെ പൊന്നാര കൂട്ടുകാരി എന്ന ബ്രേസ്ലെറ്റാണത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത്
പിന്നെ എൻ്റെ കാത് കണ്ടോ, ഞാൻ കമ്മലൊക്കെ സാധാരണ വീട്ടിൽ പോകുമ്പോൾ കമ്മലിടത്തില്ല ഫുള്ള്, ഇപ്പം ഞാൻ എല്ലാ കമ്മലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ സുന്ദരിക്കുട്ടിയല്ലേ ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ലുക്ക്. അപ്പം നമ്മൾ പോകുന്ന ഈ കല്യാണിൻ്റെ അടുത്തുള്ള ചിന്നക്കട, കൊല്ലത്ത് കല്യാണിൻ്റെ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത്. അത് കല്യാണിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യപ്പോൾ എത്തും. അപ്പോഴത്തേനും നല്ല ബ്യൂട്ടി പാർലറാണ് കേട്ടോ, അത്യാവശ്യം അവർ നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഷോപ്പിൻ്റെ പേര് ദ ബ്യൂട്ടി ഹെവൻ എന്നാണ്. നല്ല യൂണിസെക്സ് സലൂണാണ്. ഞാനവിടെ ചുമ്മാ അവിടെ കസേരയിലൊക്കെ കയറി ഒന്ന് കറങ്ങി. അപ്പോൾ അമ്മ അപ്പോഴേ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവിടെ കട ഷോപ്പ് വരുന്നത്. അടിപൊളിയാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.